ആരെങ്കിലും ഏത് രീതിയിലായാലും രോഹിതിനെ ഇല്ലാതാക്കുക എന്നത് മാത്രം അയാളുടെ ലക്ഷ്യം. അതുകൊണ്ട് അയാൾ ആ വഴിയും ചിന്തിക്കും. ശരിയാ, നീ പറയുന്നതിലും കാര്യമുണ്ട്. കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നവന് മാർഗങ്ങൾ പലതാണല്ലോ. 2 പോലീസുകാരെ ഡ്യൂട്ടിക്കിടാൻ പറയാം. അതാവുമ്പോ ഇതിനകത്ത് കയറിയുള്ള കയ്യാങ്കളിക്ക് ആരും തയ്യാറാവില്ലല്ലോ. കുഞ്ഞിച്ചി, എന്തൊക്കെ ദുരിതങ്ങളാ നമ്മളീ സഹിക്കുന്നത്. നമ്മുടെ ജീവിതം എന്താ ഇങ്ങനായി പോയത്? നമ്മളെ ഓർത്ത് കരയാൻ മാത്രമാ നമ്മുടെ അമ്മയുടെ വിധി. കുഞ്ഞിച്ചി, അമ്മയെ ശ്രദ്ധിച്ചേക്കണേ. ഇല്ലെങ്കിൽ ആ പാവം കരഞ്ഞ് തളർന്നു വീഴും. മാഡം, അധികം സംസാരിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നീയേ കിടക്ക്, നന്നായിട്ടൊന്ന് ഉറങ്ങ. ഞങ്ങളൊക്കെയുണ്ട് പുറത്ത്. നിന്റെ രോഹിത്തിനൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. പോലീസിന്റെ സംരക്ഷണം വേണമെങ്കിൽ അതും റെഡിയാക്കാം. പോരെ?